അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കടുക്. അപ്പം നമ്മുടെ മുടിയെ നല്ലപോലെ കറുപ്പിക്കാനുള്ള ശേഷി കടുകിനുണ്ട്. അതിനാൽ തന്നെ അകാല നര വരാതിരിക്കുന്നതിനും നരച്ച മുടിയെ നല്ലപോലെ കറുപ്പിക്കാനും ഈ കടുകിന് ഒരുപാട് കഴിവുണ്ട്. പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് നമുക്ക് സ്വാഭാവികമാണല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് ഈ കടുക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരയൊക്കെ മാറി കിട്ടുന്നതിന് സഹായിക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 2 ചേരുവ വെച്ചിട്ട് ഒരു ഹെയർ ഡേ ആണ്, ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നരച്ച മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പോകുന്ന ഈ ഡൈക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തത് കടുകാണ്. രണ്ടാമത് എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ചേരുവയും വെച്ചിട്ടാണ് നമ്മളിന്ന് നാച്ചുറലായിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്ത നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം നോക്കി എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിലയെക്കാളും നമ്മൾ വീടുകളിൽ നിന്ന് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതാകുമ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കറിവേപ്പില നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. ഈ നിവൃത്തിയില്ല, നമുക്ക് വീടുകളിൽ നിന്നും കറിവേപ്പില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം കടയിൽ നിന്നും വാങ്ങിയ കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഇട്ട് വെച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ വെയിലത്തിട്ട് ഉണക്കുകയോ അങ്ങനെയൊന്നുമല്ല, ഈർപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ്. നമ്മൾ വീടുകളിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിലയാണ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഈർപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഇനി തണ്ടിൽ നിന്ന് കറിവേപ്പില ഇങ്ങനെ ഊരിയെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു കൈപിടി മാത്രം മതി. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ കറിവേപ്പില തണ്ടിൽ നിന്ന് മൂരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഒരു കൈപിടി അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. അത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പികളിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുക് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചട്ടിയോ പഴയ പാത്രം എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയം കടായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത ഒരു 6 ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കടുകിൻ്റെ നിറമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കടുക് കരിഞ്ഞ് ഇല്ലാതായി പോവും. അപ്പം അങ്ങനെ ചെയ്യാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു നര വരുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ ഡൈ ഒക്കെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ ഡൈ തേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള മുടി കൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 നര വരുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, നമ്മുടെ മുടിയൊക്കെ നരച്ചിരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കെമിക്കൽസ് അടങ്ങിയ ഡൈയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് ഇതുപോലെ ഡൈ നമ്മൾ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന ഡൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 3 ദിവസമൊക്കെ അല്ലേ കറുത്ത നിറം നിലനിൽക്കുള്ളൂ. അതും നമ്മുടെ തലമുടിക്ക് ഏറെ ദോഷകരമായിട്ടാണ് നമുക്ക് ഫലം കിട്ടുന്നത്. ഉള്ള മുടി പോവുകയും അല്ലെങ്കിൽ ഡൈ അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ നരയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ നരയൊക്കെ മാറി കറുത്ത മുടിയായിട്ട് നമുക്ക് മാറി കിട്ടും. അപ്പോൾ കടുകിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ താരൻ മാറാനും അതുപോലെ തന്നെ മുടി പൊഴിച്ചിൽ മാറാനും ചൊറിച്ചിലൊക്കെ മാറാനും ഒരുപാട് സഹായിക്കും ഈ കടുക്. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഈ കടുക് ഒന്ന് വറുത്തിട്ടെടുക്കുക. അപ്പം നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കരുത്, വെറും കടുക് മാത്രം ഇട്ടിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്.
അപ്പോൾ കടുകെല്ലാം നല്ലോണം ഒന്ന് പൊട്ടണം. പൊട്ടി വന്നതിന് ശേഷം ഇതിൻ്റെ കടുകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ല കറുത്ത കളറാവണം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുകഞ്ഞ് ഇല്ലാതായി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ കടുകും ഒരുപോലെ പൊട്ടി വരുള്ളൂ. അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കടുകെല്ലാം പൊട്ടി നല്ലൊരു കറുത്ത കളറായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തിട്ടെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടി, 6 ടേബിൾ സ്പൂൺ കടുകിന് 1 കൈപ്പിടി കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ നമ്മുടെ നിറം മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കറിവേപ്പിലയെ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില സെപ്പറേറ്റ്, കടുക് സെപ്പറേറ്റ് അങ്ങനെയും വറുത്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് വറുത്തെടുക്കുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ എളുപ്പമല്ലേ. ഈ കടുകിൻ്റെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കറിവേപ്പില അങ്ങ് നമുക്ക് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. ഈ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം. ആ ഒരു രീതി ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പുകഞ്ഞില്ലാതായി പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ കറിവേപ്പിലയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം. ഇപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാണ്. ഈ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുത്തതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ജാറിലേക്ക് ഇടാൻ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കും, അല്ലെങ്കിൽ ഇടികല്ലുണ്ടല്ലോ, ഇടികല്ലിൽ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. നല്ലോണം നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ട് ഇടികല്ലിൽ ഇടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക. നല്ല വറുത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തതെല്ലാം കൂടി ഇട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനും അങ്ങ് അരിഞ്ഞ് കിട്ടിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം അരിച്ചെടുക്കുക, തരികളുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൗഡർ പോലെ അത് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറച്ച് നരയാണുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാട് നരയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാനിപ്പോൾ വീഡിയോയ്ക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ നരമുള്ളത് അതിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏതെണ്ണയാണോ അപ്ലൈ ചെയ്യുന്നത് ആ എണ്ണ എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നാച്ചുറലായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നര കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക.
ആഴ്ചയിൽ 3-4 ദിവസം അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണമയമുള്ള മുടിയിൽ ഇത് അപ്ലൈ ചെയ്യരുത്. എണ്ണമയം മാറ്റിയതിന് ശേഷം അതിൻ്റെ ചടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ചീകി വൃത്തിയാക്കിയിട്ട് വേണം ഈ ഡൈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കറുത്ത കളറിലാണ് ഇതാ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഒന്നിട വിട്ടിട്ട് ഈ ഡൈ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാകും. മുടിയുടെ നരയൊക്കെ മാറി മുടിയൊക്കെ നമുക്ക് കറുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് വേറെ രീതി ഞാൻ കാണിച്ചു തരാം. നമുക്ക് സമയമില്ലാത്ത സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ ഫങ്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുറത്ത് പോകണം, അപ്പോൾ നര വെച്ചിട്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഡൈ ആണ്. 3 ടേബിൾ സ്പൂൺ ഡൈ എടുത്തിട്ടുണ്ട്. എത്രയാണോ നര അതിനനുസരിച്ചിട്ട് ഇത് പൊടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴ ജെല്ലാണ്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കറ്റാർ വാഴയുടെ ജെല്ലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഇപ്പൊ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ പൾപ്പ് എടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ കുറച്ച് നരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വീഡിയോക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം എടുത്തതേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. ഇതാവുമ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മൾ മുടിയിൽ നരച്ച മുടിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഡ്രൈ ആവും. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഒലിച്ചൊന്നും ഇറങ്ങില്ല. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്ത ഡൈ ആണ്. ഇത് നമ്മൾ ഇതാ കണ്ടില്ലേ, നല്ല കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 4 ദിവസം ചെയ്യാം, എന്നാൽ മാത്രമേ കറക്റ്റ് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാകും. നല്ല കറുത്ത കളറിൽ മുടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് പേനിന്റെ ശല്യം അതുപോലെ തന്നെ താരന്റെ ശല്യമൊക്കെ മാറി കിട്ടുകയും ചെയ്യും. ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ചെയ്യുക. എന്നിട്ട് മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. എന്നിട്ട് വേണം ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് കഴുകി കളയുക. അല്ല നീരിറക്കം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പം ആഴ്ചയിൽ ഒരു 3-4 ദിവസം ചെയ്തിട്ട് നമുക്ക് പിന്നെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. മുടി നരയെല്ലാം മാറി മുടിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല കറുത്ത നിറത്തിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മാസത്തിൽ ഓരോ പ്രാവശ്യം വെച്ച് ഈ ഡൈ ചെയ്താൽ മതിയാകും. സമയമുള്ളപ്പോൾ കുറച്ചധികം നമ്മൾ ഇതുപോലെ വറുത്തെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്ത് ഡൈ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ആരും കടയിൽ ചെന്ന് കെമിക്കൽസ് അടങ്ങിയ ഡൈ ഒന്നും വാങ്ങാതെ ഇതുപോലെ നാച്ചുറലായിട്ട് വീട്ടിൽ ഇതുപോലെ കറിവേപ്പിലയും കടുകൊക്കെ വെച്ചിട്ട് ഡൈ തയ്യാറാക്കി നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്